ഹലോ വെൽക്കം ടു മലയാളി തടുക്ക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫോർമേഷൻ വ്ളോഗാണ്. അപ്പം നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള +2 കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റി റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കോളേജാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കോളേജിൻ്റെ പേര് മൗണ്ട് ഷെപ്പേർഡ് കോളേജ്, ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കയറി ഇവിടെ ബാംഗ്ലൂർ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എൻ്റെ ഓപ്പോസിറ്റ് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് നമുക്ക് കോളേജിൻ്റെ ലൊക്കേഷനിലേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കോളേജ് ലൊക്കേഷനായ ദാസരഹള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് മെട്രോ കയറിയാൽ ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഒരു ട്രാവലിംഗ് ടൈം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ഒരു നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോളേജ് എത്തി. ഇതാണ് മൗണ്ട് ഷെപ്പേർഡ് കോളേജ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കോളേജാണെന്ന്. പക്ഷേ ഇത് വലിയ കോളേജാണ്. ഇതിന് പുറമോട്ടാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ ഉള്ളത്. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെയാണ് ഇവരുടെ ക്യാൻറ്റീൻ ഉള്ളത്. ക്യാൻറ്റീൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. ആൻഡ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഓഫീസിലേക്കാണ്. ഇവിടെയാണ് പേപ്പർ വർക്ക്സും ഫീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ആൻഡ് ഈ ഒരു ബോർഡിൽ കാണുന്ന പേരുകളിലാണ് ഇവർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. HP, ആമസോൺ, ഫോർട്ടിസ്, മെഡിസിറ്റി ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളിലാണ് ഇവർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ക്ലാസ് റൂം. ഡിജിറ്റൽ ക്ലാസ് റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതാണ് അവരുടെ ലൈബ്രറി ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 19 കുട്ടികൾക്കോളം ഇരുന്ന് ബുക്ക് റീഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വരുന്നത് അവരുടെ കമ്പ്യൂട്ടർ ലാബാണ്. ഇതും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. ഈ ഒരു സ്പേസിലാണ് അവർ ഡ്യൂട്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പേഷ്യൻസായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു സ്പേസാണിത്. ഈ ഒരു സ്പേസിലാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സൊക്കെ ഇവർക്ക് കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ ഇത് അവരുടെ ലാബാണ്. ഇവർക്ക് കുറേ ലാബുണ്ട്. അനാറ്റമി ലാബ്, അങ്ങനെ കുറേ ലാബുണ്ട്. ഇവിടെയൊക്കെയാണ് അവർക്ക് ഫുൾ ഓൺ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഫീറ്റസ്, ബേബീസിൻ്റെ ഒക്കെ ഇത് ഒറിജിനലാണ്. ഇത് ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്പേസിലാണ് ന്യൂ ബോൺ ബേബീസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഇവിടെ ചാർട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഫീഡ്ബാക്ക്സ് കേൾക്കാം. ഹലോ, ഞാൻ ഫസ്റ്റ് ഇയർ BSc സ്റ്റുഡൻസ് ആണ്. ആദ്യം നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ വേറെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും വീട്ടിലുള്ളവർ ഞങ്ങളെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ കെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ആയി. ഹോസ്റ്റലിലായാലും ഹോസ്റ്റൽ ലൈഫ് വരുമ്പോൾ ഫെസിലിറ്റീസ് ആയാലും ആദ്യം കാണില്ല, പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെയൊന്നും അല്ല. നല്ല ഫെസിലിറ്റീസും നല്ല കോളേജും നല്ല ഹോസ്റ്റലും ആണ്. നല്ല രീതിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സസ്, അക്കാഡമിക്സ് എല്ലാം അടിപൊളിയാണ്. ഹോസ്റ്റലിലായാലും സ്റ്റഡി അവേഴ്സൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് യൂണിറ്റ് ടെസ്റ്റ് എല്ലാം ഇവിടെ കറക്റ്റിന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോർഷൻസ് ഒക്കെ കറക്റ്റിന് കവർ ചെയ്ത് പഠിച്ചു പോയിക്കോളും. എക്സാംസ് ഒന്നും നമുക്ക് അതുകൊണ്ട് അത്ര വലിയ പാടായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റഡീസിനും പിന്നെ നമ്മുടെ ഡിസിപ്ലിനുമാണ്. നമ്മളൊരു വെളിയിൽ പോയാൽ എങ്ങനെ മുതിർന്നവരെ കണ്ടാൽ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് പഠിക്കും. നമ്മളെ ആ രീതിയിലാക്കിയെടുക്കും. സ്റ്റഡീസ് എന്ന് പറയുമ്പം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പെട്ടെന്ന് ചോദിക്കും. വിഷ്വലൈസ്ഡ് ക്ലാസ്സസ് ആണ് നമുക്കിവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ കണ്ടു തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. യൂണിറ്റ് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ തന്നെ ഒരുപാട് പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് ഒരുപാട് ഇടിച്ച് കറക്റ്റ് നമുക്ക് എക്സാം പാസ്സാകുന്ന രീതിയിൽ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ്സസ് എടുത്തു തരും. ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ഫെസിലിറ്റീസിനായാലും ക്ലാസ്സസിനായാലും നമ്മുടെ ഹോസ്റ്റൽ ലൈഫായാലും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരുപാട് സന്തോഷിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാൻ എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് കൾച്ചറൽസ്, സംസ്കാരങ്ങൾ, ഭാഷകൾ, എല്ലാ രീതികളും പഠിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട് ഇതിലൂടെ. എൻ്റർടൈൻമെൻറ്റിനാണെങ്കിൽ എല്ലാ ഫെസ്റ്റിവൽസും മലയാളികളുടെ ആയാലും മറ്റ് ഏത് സ്റ്റേറ്റിലെയും ഫെസ്റ്റിവൽസ് എല്ലാം ഇവിടെ ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇവിടെ ലഭിക്കുന്നുണ്ട്. സ്പോർട്സിലും അതുപോലെ തന്നെ ഓരോരുത്തരുടെ കഴിവുകളെ വളർത്താൻ വേണ്ടി പരമാവധി ഇവിടെയുള്ള എല്ലാ അധ്യാപകരും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു കാര്യമായിരുന്നു ഫുഡിൻ്റെ കാര്യം. പക്ഷെ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ എല്ലാവർക്കും അഡ്ജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫുഡാണ് തരുന്നത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല.
ഇനി പുതിയതായിട്ട് നഴ്സിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്ന ഏതൊരു കുട്ടിക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോളേജാണിത്. എല്ലാവർക്കും നല്ല രീതിക്ക് ഒരു എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു അടിപൊളി കോളേജാണ്. എല്ലാവർക്കും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു കോളേജ് റെക്കമെൻഡ് ചെയ്യും. ഹലോ, എൻ്റെ പേര് അന്തരീക്ഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഇയർ BSc സ്റ്റുഡൻ്റാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ്. ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് പോകുന്നു. നന്നായി പഠിക്കുവാൻ പറ്റിയൊരു കോളേജ് തന്നെയാണ്. എൻ്റെ പേര് ബിജോയ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. മോൺസപ്പേട്ട് കോളേജ് ഞാൻ സെക്കൻഡ് ഇയർ ഇപ്പോൾ പഠിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ഹോസ്റ്റലായാലും നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് വാർഡന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനായാലും അവരെല്ലാം കൂടെ ഉണ്ടാവും. കൂടെ എല്ലാ സപ്പോർട്ടും അവർ ചെയ്യാറുണ്ട്. ഹായ്, എൻ്റെ പേര് അനുഷെന്നാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. സോ ഞാൻ ഇവിടുത്തെ ടീച്ചർ പ്ലസ് വാർഡനാണ്. സോ ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൻ്റെ പേര് മൗണ്ട് ഷെപ്പേർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ BSc, GNM, MSc, PCBC അങ്ങനെ நிறைய ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും നമ്മുടെ ഒത്തിരി പിള്ളേരാണെങ്കിൽ കേരളത്തിലുണ്ടാകുന്നത്, പിന്നെ വേറെ സ്റ്റേറ്റിലുള്ള എല്ലാ പിള്ളേരും ഇവിടെ ഉണ്ട്. നമ്മളിവിടെ പ്രധാനം കൊടുക്കുന്നത് പഠിപ്പാണ്. സോ പഠിപ്പ് പ്ലസ് ഡിസിപ്ലിൻ. ഇവിടെ വരുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പം പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേർ ഇങ്ങോട്ട് വന്നാൽ പോലും അവരെ കഴിവിനനുസരിച്ച് അവർ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പാറ്റേണാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സിൽ ഇത് നോക്കിയിട്ടും ഞാനാണ് ഹോസ്റ്റലിൻ്റെ വാർഡൻ. സോ അവിടെ ഇരിക്കുന്ന പിള്ളേർക്കൊക്കെ അവിടെ ഭയങ്കര അഡ്ജസ്റ്റാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്. നമ്മുടെ കേരള മെസ്സൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർ ഇവിടെ വന്നിട്ട് ഇവിടെ ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ അവർ ഫേസ് ചെയ്യും. അവർ പുറത്തിട്ട് വന്ന ഒരു ഫീൽ അവർക്ക് കാണത്തില്ല. കാരണം ഇവിടുത്തെ സീനിയേഴ്സ് ആയിരുന്നാലും അവരോട് നന്നായിട്ട് പെരുമാറും. പിന്നെ ഇവിടെ റാഗിങ് അങ്ങനത്തെ ഒന്നുമില്ല. സോ ഇവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടും. പിന്നെ കോളേജ് നമ്മളൊരു പോസ്റ്റിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ തിയറി ക്ലാസ്, പിന്നെ ലാബേഴ്സൊക്കെ ഒത്തിരി ലാബേഴ്സ് ഉണ്ട്. അത് പോയിട്ട് ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് നമ്മളോട് പോസ്റ്റിംഗ് ഒക്കെ വിടുന്നത്. സോ പോസ്റ്റിംഗ് ആണ് 3 months 6 months പോസ്റ്റിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർക്ക് അവിടെ നിറച്ച് അറ്റ്മോസ്ഫിയർ കിട്ടും. പഠിക്കാനും അവിടെ പേഷ്യൻ്റെ അടുത്ത് കെയർ ചെയ്യാനുള്ള ഒത്തിരിയുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ കിട്ടും. പിന്നെ ടോട്ടലായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ അവർ വന്ന് അവരുടെ വീട്ടിൽ അവർ എങ്ങനെ ഇരിക്കുന്നു ആ സെയിം അറ്റ്മോസ്ഫിയറിൽ അവർ ഇവിടെ വന്ന് പഠിക്കും. നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഒരു കുഴപ്പമൊന്നുമില്ല. ഡിസിപ്ലിനായിട്ട് ഇരിക്കും. പിന്നെ അച്ഛനമ്മയ്ക്ക് ഒരു പേടി വേണ്ട. ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും അവരെ പേഴ്സണൽ കെയർ എടുത്ത് നോക്കും. അവർക്ക് എന്തെങ്കിലും വയ്യാതെ വന്നാലോ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അതെല്ലാം ചോദിച്ചറിഞ്ഞ് അതിനുള്ള ഒരു സൊല്യൂഷനൊക്കെ കൊടുത്ത് അവർ സ്വന്തം ഒരു ചേച്ചിയെ പോലെ ചേട്ടനെ പോലെ അനിയത്തെ പോലെയാണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് അവരുടെ പ്രാക്ടിക്കൽ ലാബ്. നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫെസിലിറ്റീസും ഉണ്ട്. ആൻഡ് നഴ്സിംഗ് പഠിക്കാൻ +2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടെടുക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പേരൻസിന് നമുക്ക് വിശ്വസിച്ച് കുട്ടികളെ, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിശ്വസിച്ച് വിടാം. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും തന്നെ ഉണ്ട്. ആൻഡ് ഇതാണ് അവരുടെ ഹോസ്പിറ്റൽ. ഇവിടെയാണ് അവർ പോസ്റ്റിങ്ങിനൊക്കെ വിടുന്നത്. ആൻഡ് അവർക്ക് ബസ് ഫെസിലിറ്റീസും എല്ലാം തന്നെ ഉണ്ട്. ഈ ഒരു വീഡിയോ +2 കഴിഞ്ഞ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. താങ്ക്